ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സംഭവം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചറിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ അവതാർ വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ആളുടെ ചാനലിലൂടെയാണ് ഈ ഒരു സംഭവം വളരെ വൈറലായിട്ട് ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആളുടെ ചാനൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അതായത് പബ്ലിക്കായിട്ട് പോയിട്ട് വീഡിയോ എടുക്കുന്നു. അതുപോലെ ഇപ്പം പബ്ലിക്കിലാണ് കൂടുതൽ ഇറങ്ങുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന്, അതായത് സ്കൂള്, അതുപോലെ ചിലപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിരിക്കാം, ചില ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവർ വീഡിയോ ചെയ്യുമ്പം അവർക്ക് കാര്യമുണ്ട്. കാരണം കുറേ ആളുകളെ കിട്ടും. പിന്നെ വെച്ചാൽ അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അതായത് അവരോടിപ്പോൾ ഒരു ഗെയിം കൊടുത്തിട്ട് അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ച് വിജയിച്ചാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. അപ്പോൾ അതിൽ അവർക്കൊരു കാര്യമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ക്യാഷ് കിട്ടുമ്പോൾ അത് അവർക്കൊരു സന്തോഷമായി. അപ്പോൾ ഈ ഒരു അവതാറിനെ പോലുള്ള അധികം ആൾക്കാർക്കുള്ള ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, ഫോളോവേഴ്സ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ അവരുടേതായ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തു. അവർക്കൊരു ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് അതിലൂടെ ഒരു ഏണിങ്സ് കിട്ടുക, പിന്നെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അവതാറിൻ്റെ വ്ളോഗ്സിനെ പറ്റിയിട്ട്, അതായത് ആളുടെ ചാനലിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്നുള്ളത് ഒന്ന് കണ്ടിരിക്കാമല്ലോ. പ്രശ്നമില്ല, അയൽപ്പെട്ടി പ്രശ്നമില്ല. അപ്പോൾ ആളെന്ത് വീഡിയോ ആണ് അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും അതാണ് സംഭവം. അപ്പോൾ ആള് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അന്ന് പബ്ലിക്കിലാണല്ലോ ഇയാൾ കൂടുതൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് സെലക്ട് ചെയ്തത് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ നിന്നാണ് വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്റ്റുഡൻസ് വരെയും അവരോട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അതിന് മുന്നേ കുട്ടി പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ഞാനെന്ന് ഏതൊരു കുട്ടി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കുട്ടികളായിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ആളിങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ടീച്ചർ കണ്ടിട്ട് ടീച്ചർ വന്നിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ടീച്ചറോട് ആൾ പറഞ്ഞത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്, അപ്പം വീഡിയോ ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വേർഡാണ് ഇവിടെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. യൂട്യൂബ് ചാനൽ പരിപാടിയാണ്. യൂട്യൂബ് ചാനൽ പരിപാടി. വേറെ നിങ്ങൾക്ക് എന്തെല്ലോ ഹറാമും അങ്ങനെ നേരെ വീട്ടിൽ അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പം വളരെ ഇഷ്യൂ ആയിട്ടിരിക്കുന്നത്. അതായത് ടീച്ചർ അവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, വേറെ എല്ലാം നിങ്ങൾക്ക് ഹറാമാണ്, പക്ഷെ ഇത് മാത്രം ഒരു കുഴപ്പമില്ല എന്ന്. അതായത് യൂട്യൂബ് ചാനൽ ചെയ്യുന്നതിനൊന്നും അല്ലെങ്കിൽ വീഡിയോക്ക് മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്കതൊരു ഹറാമല്ല എന്നുള്ളൊരു കാര്യം ടീച്ചർ അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞ ആ ഒരു രീതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം, അതായത് ആ ഒരു സെൻറ്റൻസ് ഹറാം എന്നുള്ളൊരു കാര്യം അവിടെ എടുത്ത് പറയുമ്പോൾ പല ആളുകളും അത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് അങ്ങനെ ഒരു കാര്യം ഇനിയിപ്പം അത് പല കാരണങ്ങളുണ്ടാവും, ടീച്ചർക്ക് പല കാരണങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷെ അത് പറയുമ്പോൾ ടീച്ചർ ചിലപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പം കണ്ടിരിക്കാൻ കാണാണ്ടിരിക്കുക, എന്തായാലും അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ടീച്ചർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് ഹറാമാണ് എന്നുള്ളൊരു കാര്യം അവിടെ എടുത്ത് പറയേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഭാഗം. പക്ഷെ ടീച്ചർ ആ കാര്യം പറഞ്ഞ ചില നല്ല വശങ്ങളുണ്ട്. അത് മാത്രമേ ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ടീച്ചേഴ്സ് ആയാലും തൻ്റെ സ്റ്റുഡൻസ് വഴിതെറ്റിപ്പോവാണ്, അല്ലെങ്കിൽ തൻ്റെ സ്റ്റുഡൻസ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അവരതിന്ന് കുട്ടികളൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മളോട് ടീച്ചേഴ്സ് പറഞ്ഞു വെച്ച കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത് തീരെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇപ്പം ചെറുതായിട്ടൊന്ന് ടീച്ചേഴ്സ് നോക്കിയാലും കൂടി പീഡനം കാര്യങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല. പല പ്രശ്നങ്ങളുണ്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ പെട്ടെന്ന് വാടി തളർന്നു പോകുന്ന ഒരു സന്ദർഭങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് വളരെ ഇഷ്യൂ ആയിട്ടാണ് ഇപ്പം പല ആൾക്കാരും നെഗറ്റീവ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ആളുടെ ചാനലിൻ്റെ വീഡിയോസിൽ തന്നെ കമൻ്റായിട്ട് പല നെഗറ്റീവ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഈ കമൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോസിനെ പറ്റിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്തൊക്കെയാ സംഭവം എന്ന് വെച്ചാൽ, ഒരു കമൻറ്റ് വന്നിട്ട് ഇത് ഏത് വർഗീയതയുള്ള ടീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ നേരാവണ്ണം എഴുതാൻ പോലും അറിയില്ല, എന്നിട്ടാണ് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളെ കുറ്റം പറഞ്ഞിട്ട് അവരോരോ കമൻറ്റ് ഇടുന്നത് കേട്ടോ. ആ തള്ളനോട് നോക്കണം, നമ്മളുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഗുരുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഉപ്പയും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പം ഇതുപോലുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാരും പണ്ട് ഓരോ ടീച്ചേഴ്സിൻ്റെ ശിക്ഷണത്തിലൊക്കെ പഠിച്ചു വന്നതുള്ള ആളുകളായിരിക്കാം. പക്ഷേ അവരുടെ ഓരോ കമൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം ഓരോ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത്. ആ തള്ളനോട് ഒരു ടീച്ചറിനെ വിളിക്കുന്ന വിളിയാണ്. അപ്പോൾ അതിലൂടെ അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ആ തള്ളനോട് രണ്ടൊന്ന് തിരിച്ച് പറയണ്ടേ, അതിപ്പോൾ ഞാനെങ്ങാനും ആണെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സംസ്കാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും. ഒരു ടീച്ചറോട് രണ്ടെണ്ണം പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് വായി തോന്നുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പോവുക. പക്ഷെ അതുപോലെ എല്ലാവരും ആവണമെന്നില്ലല്ലോ. ഈ പറയുന്ന ആൾ, അതായത് ഈ വീഡിയോ എടുക്കുന്ന ആൾ അങ്ങനെ ഒരു സംസ്കാരമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തന്നെ കാണാം, ആ ടീച്ചർ പറഞ്ഞതിനോട് ആൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ചിരിച്ചൊരു മൈൻഡിൽ തന്നെയാണ് ആൾ നിന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും നമ്മൾ ആളെ ശരിക്കും ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കമൻറ്റിലൂടെയുള്ള ആളുകളെ പോലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭം ചിലപ്പം അങ്ങനെ ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതേപോലെ എന്താ വെച്ചാൽ ടീച്ചേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ അവർ നമ്മുടെ മുതിർന്ന ആൾക്കാരാണെന്നൊന്നും കണക്കാക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചീത്തൊക്കെ പറയുമായിരിക്കാം. അതാണ് ഇവരുടെയൊക്കെ മൈൻഡിലുള്ളത് കേട്ടോ. അടുത്തൊരു കമൻറ്റ് എന്ന് പറയുന്നത്, ഈ ടീച്ചർ വീട്ടിൽ പോകാൻ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തേനെ, പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം ഹറാമല്ലേ എന്ന് ഇവർ എന്തിനാണ് പറഞ്ഞത്. ശരിയാണ്, ഓക്കെ. ഈ ഒരു കമൻറ്റിനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ടീച്ചർ പറഞ്ഞ വീട്ടിൽ പോകാനാണ് മാത്രം പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഹറാമല്ലേന്ന് അത് ഞാനും പറഞ്ഞല്ലോ. ഹറാമല്ലേ എന്നുള്ളൊരു കാര്യം ടീച്ചർക്ക് എടുത്ത് പറയേണ്ടിയിരുന്നില്ല. എന്നാലും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടീച്ചർക്ക് അങ്ങനെ വല്ല അനുഭവവും കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പം നമ്മളൊക്കെ പണ്ട് സ്കൂൾ പഠിച്ചൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടു എന്നൊരു കാര്യമാണ് ഓണപ്പരിപാടി. ഇപ്പം ഒരാൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ കണ്ടത്, പക്ഷെ അത് ആ സ്കൂൾ അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ സത്യമാണോ അല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചില സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ചില ആളുകളുടെ ഒക്കെ മൈൻഡിൽ ഇപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാൻസ് അല്ലെങ്കിൽ കായികമേളൊക്കെ വരുമ്പം പെൺകുട്ടികൾ ട്രൗസറൊക്കെ ഇടാൻ വേണ്ടി പറയുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല അത് നമുക്ക് ഹറാമാണ്, നമുക്ക് അങ്ങനെ പറ്റൂല എന്ന് പറയുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ ചില ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാത്ത ചില സ്റ്റുഡൻസും ഉണ്ട്, മുസ്ലിം സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഞാനും ഒരു മുസ്ലിമാണ്, എനിക്കറിയാതെ എത്രത്തോളം സത്യമാണെന്നുള്ളത്. അത് സത്യം തന്നെയാണ്, 100% സത്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയുന്നതാണ് നമുക്ക് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാരണം പൂക്കളിടാൻ പറ്റൂല, സദ്യ കഴിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു പരിപാടിയെ പറ്റില്ല, കാരണം നമ്മളൊക്കെ മുസ്ലിംസാണ്, നമുക്കത് ഹറാമാണെന്ന്. പക്ഷെ ആ ഒരു കാര്യത്തിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അല്ല ഇന്ന മതത്തിന് കൊടുത്ത ഒരു ആഘോഷമല്ല. ഇന്ന മതം ആചരിക്കാൻ പറ്റുള്ളൂ എന്ന് അത് എവിടെയും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു കേരളീയ ഉത്സവമാണ്. അതായത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കൊണ്ടാടാവുന്ന, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഒരു ആഘോഷമാണ് ഈ ഓണം. അല്ലാണ്ട് അത് പ്രത്യേകിച്ച് ഒരു മതത്തിന് ആഘോഷിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് ഞാൻ തീരെ യോജിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും സ്കൂളിൽ ഇങ്ങനെ പല പ്രോഗ്രാംസും വരുമ്പോൾ ചടിയക്ക് അപ്പോൾ പല പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ സ്കൂളിൽ വരുമ്പോൾ അതിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാറിക്കുന്ന സ്റ്റുഡൻസും പാരൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഓരോ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊക്കെ ഓരോ വ്യക്തികളുടെ തീരുമാനമാണ്, ഓരോ ഇഷ്ടങ്ങളാണ്. സ്കൂളിൽ നിന്ന് പല പ്രോഗ്രാംസിനും കാര്യങ്ങളൊക്കെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറിയിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ടായിരിക്കും ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ ടീച്ചർക്ക് അങ്ങനെ വല്ല ആ ഒരു അനുഭവം ആ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്നോ മുന്നേ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇടുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ചിലരെ കമൻറ്റ് തന്നെ കണ്ടാൽ നമുക്ക് പുച്ഛം തോന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇതിലാണ് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത്. ടീച്ചർ പട്ടി ഷോ പെണ്ണും പിള്ള, നേരത്തെ പറഞ്ഞ പോലുള്ള ടോണിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഓരോ അതേ സംസ്കാരമുള്ള ആളാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ടീച്ചർ ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത്, പെണ്ണും പിള്ള. പിന്നെ വേറൊരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നത്. കാരണം ടീച്ചറെ പറ്റിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഓരോ തള്ള, പെണ്ണും പിള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളെ നമ്മളിങ്ങനെയൊക്കെ തന്നെ ആണോ പറയുന്നത്? അതല്ലേ നമ്മൾ ശരിക്കും ടീച്ചേഴ്സിനെയും പറയുള്ളൂ.
വീട്ടിൽ ചെയ്യുന്നതന്നെയല്ലേ നമ്മൾ സ്കൂളും പോയിട്ട് ചെയ്യുള്ളൂ. അടുത്തൊരു കമൻറ്റ്, അവരുടെ ഇഷ്ടമല്ലേ ടീച്ചർ, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലല്ലോ വരുന്നേ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അല്ല ടീച്ചറെ വീട്ടിൽ നിന്നല്ല വന്നത്, പക്ഷേ ടീച്ചർക്ക് അവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഈ ഒരു കമൻറ്റ് ഇട്ട ആളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് വിവരമില്ലാത്ത വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്? കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന ഒരു സ്റ്റുഡൻറ്റ് പിന്നെ സ്കൂളിലെത്തി കഴിഞ്ഞാൽ നമ്മളെ നോക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിന് തന്നെയല്ലേ. അതുവരെ സംസാരിക്കുന്ന ആൾക്കാർ ടീച്ചർ ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ തന്നെയല്ലേ കുറ്റം പറയാം. അപ്പോൾ ടീച്ചേഴ്സ് നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും എല്ലാത്തിനും കുറ്റമാണ് കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ പാരൻസും സ്റ്റുഡൻസും ഒക്കെ. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പല കാര്യങ്ങളും, ഇപ്പം അന്നൊക്കെ ഞാൻ ഗേൾസ് ഓൺലിയിൽ പഠിക്കുമ്പം പല പെൺകുട്ടികളും അവരെ ഇഷ്ടത്തിനായിട്ട് നടക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അതായത് ഈ പാരൻസ് പറഞ്ഞിട്ട് കേൾക്കാത്ത പെൺകുട്ടികൾ, അതേപോലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് കേൾക്കാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഈ പെൺകുട്ടികളോടൊക്കെ പറയുമ്പോൾ അവരെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടല്ല പറയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത്. നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനോടും കൂടിയാണ്, ഒരാളോടായിരിക്കും ചിലപ്പം ടീച്ചർ പറയുന്നത്, പക്ഷേ എല്ലാവരും കൂടി കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവരോടും കൂടി പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നാളെ പിറ്റേന്ന് നിങ്ങളുടെ ഭാവിക്ക് തന്നെയാണ് അത് കൂടുതൽ പ്രശ്നമാവുന്നത്, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് നമ്മളോട് എല്ലാവരോടും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ടീച്ചർ ചെയ്തിട്ടുള്ളതും. ടീച്ചേഴ്സ് ആകുമ്പോൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചെന്നും അതുപോലെ നമ്മളെ നേരായ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞെന്നൊക്കെ ഇരിക്കാം. അപ്പം പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സൊക്കെ അന്ന് നമ്മൾ നന്നാൻ വേണ്ടിയിട്ടാണല്ലോ, കുറച്ചും കൂടി നല്ല നിലയെത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അന്നൊന്നും നമ്മളിതൊന്നും ചെവി കൊണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ഫാമിലി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് അത് തോന്നാം, കുറച്ചും കൂടി നമ്മളൊന്ന് മുന്നിൽ എത്തായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആവുമായിരുന്നു. അന്നേ അവർ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ പലരും പല വഴിക്കും പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാര്യത്തിന്, ആ ഒരു ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തി ഒന്നുമില്ല. ഇന്നിപ്പം കുറ്റം പറയുന്നുണ്ട്, ടീച്ചേഴ്സ് ചോദിച്ചതിനാണ് ഇന്ന് കുറ്റം പറയുന്നത്. നാളെ പിറ്റേന്ന് ആ ഒരു കാര്യത്തിൽ ആ കുട്ടിക്ക്, ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക, ഈ ഒരു ആൾ വീഡിയോ ചെയ്യുന്നത് നല്ല വീഡിയോ ഒക്കെ തന്നെയാണ്, കാര്യങ്ങളാണ് എല്ലാമാണ്. പക്ഷേ ഈ ആൾ ചെയ്യുന്ന ചിലപ്പം വല്ല ഡ്രഗ്സ്, ഇപ്പം അവരല്ല കേട്ടോ പറഞ്ഞത്, അതായത് ഈ വീഡിയോ ചെയ്യുന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അപ്പം ആളല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആളുടെ പോലെ ചിലപ്പം വീഡിയോ ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ക്യാമറ ഒക്കെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുട്ടികളെ പറ്റിക്കുന്നതും, ചിലപ്പം വല്ല ഡ്രഗ്സും കാര്യങ്ങളും മയക്കുമരുന്നൊക്കെ വെച്ചിട്ട് കുട്ടികൾ ചിലപ്പം കഴിക്കാൻ കൊടുത്തിട്ട് ചിലപ്പം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് തട്ടിക്കൊണ്ടിട്ടൊക്കെ പല സംഭവങ്ങളും ഇന്നത്തെ കാലത്ത് നടന്നു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ചില പെൺകുട്ടികൾ തട്ടടാണ്ടും അല്ലാണ്ടും പല വീഡിയോ ചെയ്യുമ്പോഴൊക്കെ താഴത്ത് കുറേ സദാചാരക്കാർ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട്, തട്ടിട്ടൂടെ പെൺകുട്ടി, നീ ഒരു മുസ്ലിം അല്ലേ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഇവിടെ അല്ല നാളെ ജീവിക്കേണ്ടത്, നാളെ നമ്മൾ വേറൊരു സ്ഥലത്താണ് ജീവിക്കേണ്ടത്, അപ്പോൾ അവിടെ പോകുമ്പോൾ നിനക്ക് ഇതൊക്കെ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആൾക്കാരും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരും ഈ ടീച്ചറും പറഞ്ഞ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതൊന്ന് ചിന്തിച്ച് നോക്ക്. കാരണം അവർ പറയുന്ന പോലെ തന്നെയല്ലേ ടീച്ചറും പറഞ്ഞിട്ടുള്ളത്. അവരത് വേറൊരു തരത്തിൽ പറയുന്നു, ടീച്ചർ വേറൊരു തരത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന കമൻറ്റിനൊക്കെ കുറേ സപ്പോർട്ടും കാര്യങ്ങളും, അതേപോലെ ലൈക്ക് അടിക്കാനും അതുപോലെ ആ കാര്യത്തിന് പിന്താങ്ങി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് വേറൊരു തരത്തിൽ ഈ ടീച്ചർ ഒന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് ഇത്രയും വലിയ സംഭവം ചേനക്കാരും ആനക്കാരൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല നെഗറ്റീവ്സ് ഉണ്ട്. ടീച്ചർ എന്താണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്, എന്താണ് വർഗീയതാണ്, ടീച്ചർ സംഖ്യയാണ്, ടീച്ചർ ചാണകമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അതും നമ്മൾ നെഗറ്റീവായിട്ട് എടുത്ത് അത്രയേ ഉള്ളൂ പറയാനേ. നമ്മൾ അതും ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോൾ ശരിക്കും ഈ ചിന്തിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഈ വർഗീയതയും ഈ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ടീച്ചറല്ല ചിന്തിച്ചത്, ഈ പറയുന്ന ആൾക്കാരാണ് ഈ മതത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുള്ളത്. അവരുടെ ചിന്തയിൽ അത് വന്നുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളല്ലേ ശരിക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത്, അല്ലാണ്ട് ടീച്ചറല്ലല്ലോ. നെഗറ്റീവ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ആ ഒരു കാര്യം, ആ ഒരു സംഭവം ടീച്ചർ പറയുന്ന സമയത്തും ടീച്ചർ ലാസ്റ്റ് ഒരു വേർഡ് കൂടി പറയുന്നുണ്ട്. അതായത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകണമെന്ന്. അപ്പം കുഞ്ഞുങ്ങൾ അതെത്ര ഒരു വാത്സല്യത്തോടാണ് ടീച്ചർ പറയുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ആ ഒരു കാര്യം അതാരും പറഞ്ഞിട്ടില്ല.
ഈ എല്ലാവരും പറഞ്ഞത് ഈ ഒരു ഹറാമാണെന്ന് പറഞ്ഞ കാര്യമാണ് എല്ലാവരും എടുത്തു പറയുന്നത്. പക്ഷെ ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഉമ്മൻ്റെ ഒരു വാത്സല്യത്തോട് ആ ടീച്ചർ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ്, കുഞ്ഞുങ്ങളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഒരാളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് അതിൽ ഈ ഒരു നെഗറ്റീവിൻ്റെ കാര്യം പറയാനുണ്ടാവും. അപ്പോൾ സത്യം തന്നെയാണ്, എല്ലാത്തിലും നെഗറ്റീവ് മൈൻഡാണ് ഈ ആളുകൾക്ക്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ടോ, ഫോണിൽ ചാർജ് തീർന്നിട്ട് പണിയിട്ട്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഞാൻ പുറത്തുനിന്നുള്ള ആ വെളിച്ചത്തിൻ്റെ ഇതിലാട്ടോ വീഡിയോ എടുത്ത, റിംഗ് ലൈറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തീരെ വെളിച്ചമില്ലാണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് ഫോൺ ചാർജ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്നാട്ടോ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും വലിയ വെളിച്ചമില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അപ്പോൾ ഈ പറയുന്ന ആൾ തന്നെ ഇപ്പോൾ അബ്താർ, അപ്പോൾ അബ്താർ ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ ഇങ്ങനത്തെ ഒരു പേര്, അബ്താർ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വായിൽ കിട്ടുന്നില്ല പേരെന്താന്നുള്ളത്. അപ്പം അബ്താർ വ്ളോഗ്സിലുള്ള ആളുടെ പേര് അബ്താർ തന്നെയാണോ? അപ്പം ഓൻ എന്തായാലും ഓൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കട്ടോ. എന്തുകൊണ്ട് ഞാനൊന്നും ടീച്ചറോടൊന്നും പറയട്ടോ, സ്കൂൾ കഴിഞ്ഞിട്ട് പെരക്കത്തോളം പാരന്റ്സും ടീച്ചേഴ്സും അത്യാവശ്യമാണ്. ഒറിജിനൽ പാരൻസാണ്, അതൊരു ടീച്ചേഴ്സാണ് പാരൻസ്. അവിടെ എനിക്ക് ഒരു വോയിസും ഇല്ല. പിന്നെ ടീച്ചർ ഹറാമെന്ന് പറഞ്ഞത്, ടീച്ചർ ഹറാമ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇത്ര റീച്ച് ആകാൻ കാരണം. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ സ്കൂൾ പഠിക്കുമ്പോൾ 1 മുതൽ 7 വരെ പഠിക്കുന്ന ടൈം ഞാനിങ്ങനെ കുറേ ഇത് കേട്ടിരുന്നു. സംഭവിച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ചില ടൈമിൽ ലീവ് എടുക്കും. എനിക്ക് എന്തിനാ ലീവ് എടുക്കുന്നത്? അപ്പൊ ഞാൻ പറയും പള്ളിയിൽ മുസ്ലിം ഉണ്ടായിന് അതുകൊണ്ട് ലീവ് എടുക്കുന്നു, പള്ളിയിൽ ഹൗസ് ഉണ്ടായിന് അതുകൊണ്ട് ലീവ് എടുക്കുന്നത്. ഞാൻ കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പഠിക്കുന്ന ടൈം കുറച്ചും കൂടി കള്ളം എങ്ങനെ വെച്ചാൽ ഒരു ഡാൻസ് അതിൽ കളിക്കുന്ന ടൈം ഫുള്ള് ഡാൻസ് ഒക്കെ കൂട്ടും. അപ്പോൾ പണ്ടേ പഠിച്ചെങ്ങനെയാണ്, സത്യം പറയാം ഇപ്പം അങ്ങനെയുള്ളത്. മറ്റേ ഡാൻസ് കളിക്കുമ്പോൾ ഹറാമാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ആണിന്റെ അപ്പുറം ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നത് അത് ഹറാമാണ്. അങ്ങനെയൊക്കെ സംഭവം ടീച്ചർമാരോട് പുള്ളു പറയും. അപ്പോൾ പുള്ളു പിള്ളേരുടെ പരിപാടിയൊന്നും കൂട്ടില്ല. സംഭവം അങ്ങനെ ടീച്ചറിനുള്ളിൽ കയറി വന്ന സാധനം ഹറാമ്. അല്ലാണ്ട് നീ ടീച്ചർ മതത്തിന്റെ തലപ്പാന്തുള്ള പെണ്ണല്ല. അനക്ക് അങ്ങനെ തോന്നുന്നത് കാര്യം പറയല്ല, അതല്ല അങ്ങനെ സംഭവം. അല്ലാണ്ട് എല്ലാരും പറഞ്ഞു ടീച്ചർ സംഗീത, ടീച്ചർ ചാണകം ഇങ്ങനെ പറയുന്നത് സംഭവം ഇത്രേ ഉള്ളൂ. ഡാൻസ് ചെയ്യുന്ന സംഭവം അല്ലാണ്ട് എന്തൊക്കെയാണ് കഴിച്ചത് കമന്റ് ബോക്സിൽ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ മനോരമ ന്യൂസ് എന്തോ ആടേ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരു ഹറാമെന്ന് വരുമ്പോക്ക് വീഡിയോ കത്തി കയറുന്ന മനസ്സിലായി, ചെറിയ മതത്തിന്റെ പേരൊന്ന് കത്തി കയറുന്ന മനസ്സിലായി. എന്തൊക്കെയോ ഈ സത്യം നല്ലൊരു കാര്യത്തിൽ ടീച്ചർ വന്നത്. ടീച്ചർ ഇപ്പൊ നോർമലി ചിന്തിച്ചു നോക്ക്, ഞാനിപ്പോ അന്നെ പുറത്ത് അറിയാം ടീച്ചർ. അപ്പൊ കണ്ടോ, ഇതൊക്കെയാണ് സംഭവം. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഓനിപ്പോ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കാത്തതെന്ന് വെച്ചാല് ഓൻ്റെ ഒരു സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്ക് ഹേർട്ട് ആവണമെങ്കിൽ ഓനിക്ക് ഹേർട്ട് ആവണം. അപ്പൊ ഓനിക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ഈ ജനങ്ങൾക്ക്? അതാ പറഞ്ഞത്, ഈ മതം വർഗീയത, ഈ ഒരു കാര്യങ്ങൾ നിർത്തി ഈ ഒരു മതത്തിനെ പറ്റി പറയലോ, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു വേർഡ് വരുന്നുണ്ടെങ്കിലും കൂടി ആൾക്കാർക്ക് ഇതൊരു മതത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു അടിയാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് കിടന്നാൽ ഉറക്കം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഓൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ടീച്ചർ പറഞ്ഞത് അത്ര ഒരു ബുദ്ധിമുട്ടായ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓനെപ്പോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ആൺകുട്ടികൾക്കൊക്കെ ബോയ്സിന് പ്രത്യേകിച്ച് അവർക്ക് ഡാൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു പറയുന്ന ഒരു കാരണമാണ്, നമുക്കങ്ങനെ പാടില്ല, നമുക്ക് പെൺകുട്ടികളെ കൂടെ ചെയ്യാൻ പാടില്ല, നമുക്ക് മുസ്ലിംസിന് അങ്ങനെ പാടില്ല, പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവർ പല കാരണങ്ങളും പറയുന്നു. ഈ പെൺകുട്ടികളെക്കാട്ടിയും ആ ഒരു കാര്യത്തിൽ കള്ളന്മാരായിട്ടുള്ളത് ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇപ്പം പറയുന്ന സത്യം തന്നെ. അപ്പോൾ അവർക്ക് അതിന്ന് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, അതിന്ന് ഊരി പോരാൻ വേണ്ടിയിട്ട് ഒരു പറയുന്ന ഒരു കാരണമാണ് ഈ മതത്തിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ പേരൻസും ഒക്കെ പെൺകുട്ടികളൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാടില്ല, നമുക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം കൂടുതൽ പറയുന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയുന്നതില്ല, മറ്റുള്ളവർ അല്ലെങ്കിൽ വേറൊരു മതത്തിൽ പെട്ടവർ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ ഒരു ടീച്ചർ മുസ്ലിം ആണെങ്കിൽ ചിലപ്പം അതൊരു പ്രശ്നമായിട്ട് വരില്ല. ആ ടീച്ചർ എല്ലാവരും വാനോളം പുകഴ്ത്തുകയും ആ ടീച്ചർ പറഞ്ഞത് ശരിയാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ടീച്ചർ ഹിന്ദു ആണ്, അപ്പോൾ മുസ്ലിംസിൻ്റെ ഇങ്ങനെ ഒരു കാര്യം ഒരു വേർഡ് എടുത്ത് പറഞ്ഞ് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആൾക്കാർ ഓരോ ചിന്താഗതിയാണ്.
അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് സംഭവം. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ ഈ മതത്തിനെ വെച്ചിട്ടുള്ള കളിയൊക്കെ നിർത്തുക, അല്ലെങ്കിൽ മതത്തിനെ പറ്റി പറയുന്ന ആ ഒരു ചിന്താഗതിയൊക്കെ അങ്ങോട്ട് നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. എന്തായാലും ഇതിലൂടെ ഓൻ്റെ ചാനലും വൈറലായി, പിന്നെ അതുപോലെ തന്നെ ടീച്ചറും വൈറലായി. പിന്നെ ടീച്ചറുടെ മുഖം കാണാത്തതും നല്ലത്, കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാത്ത തന്നെയാണ് ഒരു കണക്കിന് നല്ലത്. കാരണം വലിയ പ്രശ്നത്തിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു കണ്ടന്റായിട്ട് വരാം. അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ.